എന്താണോ ഇത് ശരിയാവാത്ത ഇപ്പൊ ശരിയാക്കി തരാം. ഇളവറാങ്കുഴി ദേശക്കാരുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് ഇവിടുത്തെ അധികാരികൾ. ഇന്ന് ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നട്ടല്ലൊടിയുന്നേ. എന്താ ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾക്ക് എന്താ അവർക്ക് ഞാൻ ഇടപെട്ടൂടെ? ഇവിടെ പഞ്ചായത്ത് മെമ്പറുണ്ട്, നാണോ ഇല്ലെന്നാണ് എനിക്ക് ചോദിക്കുന്നത്. അവരെങ്കിലും ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കണ്ടേ? കെട്ടുപ്ലാച്ചി ഇളവറാങ്കുഴി ഈ കിണറ്റുമുക്ക് റോഡ് നാണമില്ലെന്നാണ് ഞങ്ങൾ ഈ അധികാരികളോട് ചോദിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഏരൂർ കെട്ടുപ്ലാച്ചി ഇളവറാങ്കുഴി കിണറ്റുമുക്ക് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇളവറാങ്കുഴി ജംഗ്ഷനിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. ഒരു കുടുംബത്തിന്റെ സ്വപ്നമാണ് ഒരു വീട്. എന്നാൽ പലർക്കും അത് സാക്ഷാത്കരിക്കാൻ സാധിക്കാറില്ല. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സിന്റെ വിജയകരമായ 30ാം വാർഷികത്തിനോടനുബന്ധിച്ച് 2025 ജാനുവരി 5-ാം തീയതി ഒരു കുടുംബത്തിന് സൗജന്യമായ ഒരു വീട് നിർമ്മിച്ചു നൽകുന്നു. പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെട്ടുപ്ലാച്ചിയിൽ നിന്നും ആരംഭിച്ച് ഇളവറാങ്കുഴിയിലൂടെ കിണറ്റുമുക്കിൽ അവസാനിക്കുന്ന 4.5 കിലോമീറ്റർ ദൂരം റബ്ബറൈസ്ഡ് റോഡ് നിർമ്മിക്കുവാൻ 2,75,00,000 രൂപ അനുവദിക്കുകയും കഴിഞ്ഞ 2022 മെയ് മാസത്തിൽ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ 2.5 വർഷം പിന്നിട്ടിട്ടും ഇതേ നില തുടരുകയും നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ വരികയും ചെയ്തതോടെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. പാർട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കമ്മിറ്റി അംഗം ആലഞ്ചേരി ജയചന്ദ്രൻ നിൽപ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കെട്ടുപ്ലാച്ചി റോഡ്, കെട്ടുപ്ലാച്ചിയിൽ നിന്ന് കയറി വന്ന ഈ ഇളവറാങ്കുഴി വന്നിട്ട് നമ്മുടെ കിണറ്റുമുക്കിലേക്ക് പോകുന്ന റോഡ്, ഈ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് ഈ നിൽപ്പ് സമരം സംഘടിപ്പിക്കപ്പെട്ടത്. നമുക്കറിയാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ സഡക് യോജന പ്രകാരം 2,75,00,000 രൂപയാണ് ഇന്ന് സർക്കാർ ഈ റോഡ് പണിയുന്നതിന് വേണ്ടി മാറ്റിവെച്ചത്. എനിക്ക് തോന്നുന്നത് ഈ നാട്ടിലെ ജനങ്ങളുമായിട്ട് സംവദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാർട്ടി പ്രവർത്തകര് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് 2.5 വർഷമായി ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ഇത്തരത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ പല സാമൂഹിക രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ സമരം നടത്തിയിട്ടുണ്ട്, പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധങ്ങളെല്ലാം സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാം, വെള്ളാനകളുടെ നാടെന്ന് പറയുന്നൊരു സിനിമയുണ്ട്, മോഹൻലാലിന്റെ സിനിമയാണ്. മോഹൻലാല് ഒരു കോൺട്രാക്ടറാണ്, ആ സിനിമയിൽ കോൺട്രാക്ടറാണ്. അദ്ദേഹം ഒരു നഗരസഭയുമായി ബന്ധപ്പെട്ട് ഒരു റോളർ അത് പിടിക്കുകയും ആ വണ്ടി ശരിയാക്കി കൊണ്ടുപോകാനായിട്ട് നമ്മുടെ കുതിരവട്ടം പപ്പുനെ വിളിക്കുമ്പം രാവിലെ കൊണ്ടുവന്നതാണ് ഈ കുതിരവട്ടം പപ്പുനെ. പക്ഷേ ആ റോളർ ശരിയാകുന്നില്ല. അപ്പോഴും മോഹൻലാൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണോ ഇത് ശരിയാവാത്ത ഇപ്പൊ ശരിയാക്കി തരാം. നാണമില്ലെന്നാണ് ഞങ്ങൾ ഈ അധികാരികളോട് ചോദിക്കുന്നത്. 2,75,00,000 രൂപ അനുവദിച്ചിട്ട് പോലും ഇത് നേരെ ചൊവ്വരെ ഈ റോഡ്, അതും റബ്ബറൈസ്ഡ് റോഡാണ്, നല്ല റോഡാകും. നമുക്കെന്നെ ആലോചിക്കണം. കാരണം ഇന്ന് ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നട്ടല്ലൊടിയുന്നേ. ഇതൊരു അഭ്യാസം പഠിച്ചിരിക്കണം. ഇതുവഴി സ്ഥിരം യാത്ര ചെയ്യുന്നവർക്ക് അവര് അഭ്യാസികളെ പോലെയാണ് അവർ ഈ റോഡിലേക്ക് കടന്നു പോകുന്നത്. ഈ അഭ്യാസം പഠിക്കേണ്ട സ്ഥിതിയാണ്. നമ്മളിത് അറിഞ്ഞതാണ്. റോഡ് ഉടനെ ശരിയാക്കും. ആദ്യമേ കുറച്ച് മെറ്റിലിറക്കും, പിന്നെ കുറെ മണലിറക്കും, പിന്നെയും കുറെ കാര്യങ്ങൾ നടക്കും. ഇതല്ലാതെ ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല. ഒരു കാര്യം പറയുകയാണ്, ഇളവറാങ്കുഴി ദേശക്കാരുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് ഇവിടുത്തെ അധികാരികൾ. ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്, അതോടൊപ്പം തന്നെ ഇവിടെ പല മേഖലകളിലും പ്രവർത്തിക്കുന്ന തൊഴിലാളികളുണ്ട്, ടാപ്പിംഗ് തൊഴിലാളികളുണ്ട്, കച്ചവടക്കാരുണ്ട്, ഇവിടെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളുണ്ട്, ജോലിക്ക് പോകുന്ന അമ്മമാര് സഹോദരിമാരും ഉണ്ട്. അവരൊക്കെ ഇന്ന് ഇവിടുന്ന് യാത്ര ചെയ്ത് ഇന്ന് അഞ്ചലോ പുനലൂരോ ഒക്കെ പോകണമെങ്കിൽ ഈ ദുർഘടം പിടിച്ച ഈ നട്ടലൊടിയുന്ന ഈ റോഡിലൂടെ വേണം പോകാൻ. നമുക്കറിയാൻ സാധിക്കുന്നത്, ഇതിലൂടെ അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ തെന്നി വീണിരിക്കും, അല്ലെങ്കിൽ അയാൾക്കുടെ വണ്ടി പഞ്ചറായിരിക്കും. ഇതാണ് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ. ഈ ശോചനീയാവസ്ഥ പരിഹരിക്കുവാനാണ് ഭാരതീയ ജനതാ പാർട്ടി ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള നിൽപ്പ് സമരം സംഘടിപ്പിക്കപ്പെട്ടത്. എന്താ ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾക്ക് എന്താ അവർക്ക് ഇതിനകത്ത് ഇടപെട്ടൂടെ? പഞ്ചായത്ത് ഭരിക്കുന്ന ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്
ഈ കാര്യത്തിൽ ഇടപെട്ടുകൂടെ? ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുന്ന ചോദ്യമാണ്. ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അവർക്കിത് പരിഹരിക്കുവാനും പരിഹരിക്കപ്പെടുവാനുമുള്ള അധികാരം അവരുടെ കയ്യിലുണ്ട്. പക്ഷെ അവർ ചെയ്യുന്നില്ല. കാരണം ജനങ്ങൾ അനുഭവിക്കട്ടെ. ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട്, നാണമില്ലെന്നാണ് എനിക്ക് ചോദിക്കുന്നത്. അവരെങ്കിലും ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കണ്ടേ? അവരെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ? അല്ലെങ്കിൽ അവർ സമരമായിട്ട് നിൽക്കണ്ടേ? നിങ്ങൾ പഞ്ചായത്ത് മെമ്പറിന് സാധിക്കുന്നില്ല, ഒരു കാര്യം ചെയ്യ്, പഞ്ചായത്ത് മെമ്പറെ ഏറ്റെടുത്തോണ്ട് സമരം നടത്ത്, ജനങ്ങളെ സംഘടിപ്പിച്ചോണ്ട് സമരം നടത്ത്. അതിന് പോലും കഴിയാതെ ഇവിടുത്തെ സാധാരണപ്പെട്ട ഇവിടുത്തെ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന തരത്തിൽ, അത് തൊഴിലുറപ്പായാലും ഏത് മേഖലയിലായാലും ആ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നിലപാടാണ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ സ്വീകരിക്കുന്നത്. ഇത് ഭാരതീയ ജനതാ പാർട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ല. BJP സമരരംഗത്തേക്ക് കടക്കുകയാണ്. ഇതിപ്പോ ഞങ്ങൾ ഈ പ്രതീകാത്മകമായിട്ടാണ് ഇവിടെ ഒരു ശില്പ സമരം നടത്തപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളിനി പോവുക. കൊല്ലാണ് ഇതിന്റെ ഓഫീസ്. കൊല്ലം ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട് ഇതിന്റെ ആള്. ഈ നാട്ടിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങള് കാത്തിരിക്കാൻ പോവുകയാണ്. മണ്ഡലം സെക്രട്ടറി സുജാ റോയി, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി വിഷ്ണു, ബൂത്ത് പ്രസിഡന്റ് അജു തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ വിഷൻ, ഏരൂർ. ഒരു കുടുംബത്തിന്റെ സ്വപ്നമാണ് ഒരു വീട്. എന്നാൽ പലർക്കും അത് സാക്ഷാത്കരിക്കാൻ സാധിക്കാറില്ല. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സിന്റെ വിജയകരമായ 30ാം വാർഷികത്തിനോടനുബന്ധിച്ച് 2025 ജാനുവരി 5-ാം തീയതി ഒരു കുടുംബത്തിന് സൗജന്യമായ ഒരു വീട് നിർമ്മിച്ചു നൽകുന്നു. Building Contractors, Anjal, Agastikoda. Contact 94472 44659 89218 37847.